ഒന്ന് തിങ്കളാഴ്ച തന്നെ കാലത്തെ കളമശ്ശേരി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോതമംഗലത്ത് നിന്ന് 9:15 ഒരു ഫാസ്റ്റ് ആണ് കേട്ടത്, KSRTCയുടെ പൂപ്പാറയിൽ നിന്ന് വരുന്ന ഫാസ്റ്റ് ബസ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ കളമശ്ശേരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ കാണുന്നത്. മെട്രോയുടെ അവിടെയുള്ള യാർഡിലേക്കുള്ള ആ മെട്രോ ലൈനും അതേപോലെ തന്നെ അവരുടെ ക്വാർട്ടേഴ്സുകളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് മുട്ടം ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുട്ടം പഴയ മുട്ടമൊക്കെ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. പണ്ട് ഞാൻ ഓർക്കും ഇതൊക്കെ സിംഗിൾ ലൈനായിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഈ കെട്ടിടങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. സിംഗിൾ ലൈൻ റോഡ്, മിക്കവാറും ആ ഒരു അമ്പലം, പിന്നെ 1-2 ചെറിയ കടകളും മാത്രമല്ലാണ്ട് ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇതൊക്കെ ആകെ മാറിയിരിക്കുന്നു. മെട്രോ ഒക്കെ വന്നതോടുകൂടി ആകെ കാഴ്ചകളെല്ലാം മാറിയിരിക്കുന്നതാണ്. എന്നാലും ഇതേപോലെയുള്ള കുറെ കാഴ്ചകളുണ്ട്. ഇപ്പോഴും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അങ്ങനെ ഇപ്പോൾ കാര്യം 4 ലൈനൊക്കെ ആയെങ്കിലും കളമശ്ശേരി ടൗണിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു ഏലൂർ ഭാഗത്തു നിന്നുള്ള വണ്ടികളൊന്നും ബ്ലോക്ക് തീർന്നിട്ടില്ല. ഞാൻ അവിടെ പോയി കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ച് വരുന്ന വഴിയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഈ റോഡ്, പുതിയ റോഡൊക്കെ വന്നിട്ട് ഏകദേശം ഇപ്പൊ ഒരു 10-15 കൊല്ലത്തോളം ആവുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വലത്തുവശത്ത് കാണുന്ന മെട്രോയുടെ ട്രാക്ക് ഒരു 10 കൊല്ലം മുമ്പ് ശരിക്കും ഇവിടെ നമ്മളിതിൽ പാസ് ചെയ്യുമ്പോൾ ഈ ഡബിൾ ലൈനിന്റെ സ്ഥാനത്ത് ഒരു ലൈൻ മാത്രം ഉണ്ടാകുന്നുള്ളൂ. ഒന്നാലോചിച്ച് നോക്കി. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് മിക്കവാറും ഇവിടെ ആ മെട്രോ പണിയുന്ന കാര്യങ്ങളായിട്ട് മറച്ചു വെച്ചിരിക്കുകയായിരിക്കും ഈ ഒരു ട്രാക്ക്, മത്സര ട്രാക്ക്. ഇപ്പൊ അതെല്ലാം ഏതായാലും ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയിരുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു ഹൈവേയും അതിനോട് ചേർന്ന് നിൽക്കുന്ന മെട്രോയുടെ തൂണുകൾ, മെട്രോ ലൈൻ ഒക്കെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന മെട്രോ സ്റ്റേഷന്റെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇത് എറണാകുളത്ത് വന്നിട്ടില്ലാത്തവർ വല്ലപ്പോഴും എറണാകുളത്ത്, അതും ബസ്സിൽ തന്നെ വന്നു. ട്രെയിനിൽ വന്നാൽ ഇതുപോലെയുള്ള കാഴ്ചകളൊന്നും നമുക്കില്ല. ബസ്സിൽ ഇപ്പോൾ നിങ്ങൾ ഏത് നാട്ടുകാരായിക്കോട്ടെ, എവിടെ നിന്നുള്ളവരായിക്കോട്ടെ, ഈ കാഴ്ചകൾ, അതായത് എറണാകുളം എന്ന് പറയുന്ന ശരിക്കും ആലുവയിലേക്കും അതുവഴി നെടുമ്പാശ്ശേരിയിലേക്കും വളർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ അമ്പാട്ടുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിനോട് അടുത്തോടെ എത്തിച്ചിരിക്കുന്നു. എറണാകുളത്തിന്റെ തന്നെ ഒരു ജീവനാഡിയായിട്ടുള്ള പ്രൈവറ്റ് ബസ്സുകളുടെ കാഴ്ചകൾ. ഞാനിത് ഒരു കോതമംഗലത്തിന് തിരിച്ചു പോകുന്ന ഒരു KSRTC ബസ്സിലാണുള്ളത്. അങ്ങനെ അമ്പാട്ടുകാവ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ റൂട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നവർ എപ്പോഴും ഓർത്തിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അതേപോലെ തന്നെ ഈ വ്യവസായ സ്ഥാപനങ്ങൾ കളമശ്ശേരി ഭാഗത്ത് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നാഷണൽ പെർമിറ്റ് ലോറികളുടെ ഒരു പാർക്കിംഗ് റോഡ് സൈഡിൽ ഇഷ്ടം പോലെ കാണാം. പണ്ടൊക്കെ നമ്മളും പല ടൗണുകളിലും സിറ്റികളിലും ഒക്കെ പോയി ഇതേപോലെ പാർക്കിങ്ങിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാഴ്ചകളാണൊക്കെ. ശരിക്കും നമ്മൾ ഇതിനൊക്കെ കടന്നു പോകുമ്പോൾ പഴയ ഓരോ സ്ഥലത്ത് വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്ന കാഴ്ചകൾ ഒക്കെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി. ഏതായാലും ഞങ്ങള് ആലുവ പുളിഞ്ചോട് ഇരുന്ന കാഴ്ചയാണത്. പുളിഞ്ചോട് വരുന്ന കാഴ്ച. പുളിഞ്ചോട് കഴിഞ്ഞ് നമ്മള് ഫ്ലൈ ഓവറിന്റെ അടിയിലേക്ക് എത്തുന്നുള്ള കാഴ്ച. എപ്പോഴും 2 വീലർ കാറുകളൊക്കെ പാർക്ക് ചെയ്ത് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും പാർക്കിംഗ് ശരിക്കും ഒരു പ്രശ്നമാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മെട്രോ സ്റ്റേഷൻ തുടങ്ങുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന അസംഖ്യം കാറുകളുടെ ഒക്കെ ഒരു കാഴ്ചകൾ, അങ്ങനെ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു ഫ്ലൈ ഓവറിന്റെ അടിയിലേക്ക് വന്നത്. എൻ്റെ അങ്ങേ സൈഡിൽ ആലുവയിലെ ചന്തയുടെ ഭാഗങ്ങളാണ്. ഞാനിപ്പോൾ അതിലേക്ക് ആ കാഴ്ചയിലേക്ക് പോയില്ല. നേരെ ഏകദേശം നമ്മളിപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്ത് അങ്ങേ സൈഡിൽ കാണുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അവിടെ പ്രൈവറ്റ് ബസ്സുകൾ കിടക്കുന്നത് കാണാം. ഇതാണ് ആദ്യത്തെ മെട്രോയുടെ ആദ്യത്തെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആലുവ സ്റ്റേഷൻ. ഇതാണ് ഇത് ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രാവശ്യം ചുമ്മാ ഇതിന്റെ പുള്ളിക്കടൊക്കെ കയറി നടക്കാൻ നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ മിക്കവാറും മെട്രോ ഇറങ്ങി വരുമ്പോൾ
ഇവിടെയുള്ള കടകളിൽ നിന്നൊക്കെ കുറേ ചെറിയ ചെറിയ ഹോട്ടലുകളും സ്നാക്സ് ബാറുകളൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. നല്ല അപ്പം നമ്മൾ ശരിക്കും ഇനി ആലുവ ടൗണിലേക്ക് പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ മെട്രോയുടെ കാഴ്ചകൾ ഇവിടുന്ന് തിരിയാണ്. ഇവിടുന്ന് നമ്മളിനി ആലുവ മൂന്നാർ റോഡിലേക്ക് കടക്കുന്നതിനായിട്ട് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം പോയാലാണ് KSRTC ബസ്സും റെയിൽവേ സ്റ്റേഷനും അടുത്തടുത്താണ്. അപ്പോൾ നിങ്ങൾ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ മിക്കവാറും എല്ലാ കോതമംഗലം സൈഡിലേക്കുള്ള എല്ലാ ബസ്സുകളും KSRTC ബസ് സ്റ്റാൻഡിൽ വരുന്നുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി എൻജോയ്. വേറെ ട്രെയിനിൽ വന്നാൽ പോലും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത്. അപ്പോൾ അത് അവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാന മന്ദിരമാണ്. ആലുവയിലാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു കെട്ടിടം. അപ്പോൾ നമ്മൾ KSRTC സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം വിട പറയാം. ഗുഡ് ബൈ.